ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട തക്കാളി മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ ഈ തക്കാളി മുറുക്ക്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇതുപോലെ തക്കാളി മുറുക്കൊക്കെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനും സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ തക്കാളി മുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 വലിയ തക്കാളിയാണ്. ചെറിയ തക്കാളിയാണെങ്കിൽ 3-4 തക്കാളി എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 വലിയ തക്കാളിയും 4 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പം നമ്മുടെ തക്കാളിയും ആ മുളകും എല്ലാം ഒന്ന് വെന്ത് കിട്ടും. തക്കാളിയുടെ തൊലിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അതൊന്നും നമുക്കൊന്ന് പൊളിക്കാൻ പറ്റണം. അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഒരു വേറെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് പതുക്കെ തണുത്ത് കഴിയുമ്പം ആ തക്കാളിയിലെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളയാം. അതുപോലെ തന്നെ മുളക് നമ്മൾ ഞെട്ടോടു കൂടിയായിരുന്നു വേവിക്കാൻ ഇട്ടിരുന്നത്. ഇപ്പോൾ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഞെട്ടൊക്കെ ഒന്ന് പറിച്ച് കളയാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ അരിയൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അതില്ലാതെ നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഞെട്ടൊക്കെ പറിച്ച് കളഞ്ഞാൽ മതി. അതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു നുള്ള് ജീരകം കൂടെ ചേർത്തിട്ട് ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കണേ. കളർ കണ്ടോ, ഈ കളർ തന്നെയാണ് കേട്ടോ നമ്മുടെ ടൊമാറ്റോ മുറുക്കിൻ്റെ കളറും. വേറെ കളറൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. പേസ്റ്റിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് അകലമുള്ളൊരു പാത്രം എടുത്തിട്ട് അരിപ്പൊടി, ഞാനിപ്പം 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടിയുടെ കൂടെ 1/2 കപ്പ് നമ്മുടെ കടലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 കപ്പ് അരിപ്പൊടി അതൊന്നും തെള്ളിയെടുത്തു. അതിലേക്ക് ഇനി 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് കടലപ്പൊടിയും എടുത്തിട്ടുണ്ട്. കടലപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മുടെ മുറുക്ക്. അപ്പോൾ ഇതെല്ലാം കടലപ്പൊടി കുറച്ച് ഇതുപോലെ കട്ട കെട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് പഞ്ചസാര കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അയമോദകം അല്ലെങ്കിൽ ജീരകം ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് പെപ്പറിൻ്റെ പൊടി കൂടെ ചേർക്കാം. ഞാനിപ്പോൾ പെപ്പറിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്തിട്ടില്ല, കായവും മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എള്ള്. കറുത്ത എള്ളാണെങ്കിലും ചേർക്കാം, ഇല്ലെങ്കിൽ വെളുത്ത കളറിൻ്റെ എള്ളാണെങ്കിലും ചേർക്കാം. ഞാനിപ്പം 1.5 സ്പൂണ് വെളുത്ത കളറിൻ്റെ എള്ളാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം. അപ്പോൾ നല്ലൊരു പുളിയും ഇച്ചിരി മധുരവും ഇച്ചിരി എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു മുറുക്കാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് അരിച്ച് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരിച്ച് ചേർത്താൽ കുറച്ചുകൂടെ നൈസായിട്ടുണ്ടാവും. നമ്മൾ എത്ര അരച്ചാലും ആ മുളകിൻ്റെ അരിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഒന്ന് ഇതുപോലെ അരിച്ച് ചേർത്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് നൈസായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ബട്ടറും നെയ്യും ഇല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടോടുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ആ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് കൊണ്ട് തന്നെ നമ്മളിതൊന്ന് മാക്സിമം എല്ലാം കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മളിപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരിപ്പ കൊണ്ട് തന്നെ അരിച്ച് നമുക്ക് കുറച്ച് വെള്ളം, അത് വെള്ളം അധികമായി പോകാൻ പാടില്ല, കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മുറുക്കിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. ഇപ്പോൾ ചപ്പാത്തി പൂരിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതുപോലെ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് കണ്ടോ, നമ്മുടെ മാവൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കുറച്ച് നേരം ഇതുപോലെ ചപ്പാത്തിയുടെ മാവൊക്കെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമല്ലോ അതുപോലെ കുറച്ച് നേരം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മാവൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. തൊടുമ്പോൾ നല്ല വെണ്ണ പോലെ ആകണം. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മുറുക്കം ഉണ്ടാക്കുന്ന അച്ച്, നമ്മുടെ സാധാരണ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അച്ചിൽ തന്നെ മുറുക്കിൻ്റെ ഇതുണ്ടാവില്ല, അതെടുത്തിട്ട് നമ്മൾ അച്ചിലെല്ലാം ഒന്ന് ആദ്യമേ എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം. എണ്ണ എല്ലായിടത്തും തൂത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മാവ് എത്രത്തോളം മാവ് വേണം അത്ര ഇട്ടിട്ട് നമുക്ക് മുറുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാനെല്ലാം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇതിപ്പോൾ ഒരു ഷേപ്പിൽ തന്നെ തയ്യാറാക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ചക്കുളിയുടെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വേറൊരു പ്ലേറ്റിലോ ഒക്കെ നമ്മൾ റൗണ്ടായിട്ട് ചക്കുളിയുടെ ഷേപ്പായിട്ട് ഇങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുത്താലും മതി. ഞാനിപ്പോൾ സാധാരണ നമ്മൾ മുറുക്കുണ്ടാക്കുന്ന അതേ രീതിയിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ അച്ചൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇത് നന്നായിട്ട് എല്ലാം പ്രസ്സാവുന്നുണ്ടോ, ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന്. എന്നിട്ട് ഞാനിപ്പം ആദ്യം തന്നെ ഒരു ഉരുളിക്കകത്ത് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പം സാധാരണ നമ്മുടെ മുറുക്കിൻ്റെ ഷേപ്പിൽ എണ്ണയിലേക്ക് കുറച്ച് വലുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള, അതിപ്പോൾ ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. എത്ര വേണോ അത്രത്തോളം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ എല്ലാ എണ്ണയ്ക്കകത്ത് എത്രത്തോളം എണ്ണയ്ക്കകത്ത് നമുക്കിങ്ങനെ മുക്കിയിടാൻ പറ്റും അത്രത്തോളം ഇങ്ങനെ പ്രസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് വറന്ന് കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. കളറ് കണ്ടോ, എന്ത് സൂപ്പർ കളറാണ്. നമ്മുടെ നമ്മൾ വറ്റൽമുളകും പിന്നെ തക്കാളിയും കൂടെ അരച്ച് ആ കളർ, വേറെ കളറൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല, അതിൻ്റെ കളർ തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇതുകൊണ്ട് ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വേണമെങ്കിൽ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പം ആദ്യം തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കരിവേപ്പില നന്നായിട്ട് വറന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് മുറുക്കിങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവസാനം നമ്മൾ മുറുക്കെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പില ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി വെച്ചിട്ട് ഈ മുറുക്കിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് മുറുക്ക് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മുറുക്ക് കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ഫ്രഷായിട്ടുള്ള കരിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുത്ത് മുറുക്കിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ കണ്ട നമ്മൾ വറുത്തെടുത്ത തക്കാളി മുറുക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വലുതായിട്ടാണ് എടുത്ത്. ഇനി നമുക്ക് എത്ര നീളം വേണം ആ നീളം അനുസരിച്ച് ഇതുപോലെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് എത്ര നാൾ വേണേലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്തെടുത്ത കരിവേപ്പില കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് തണുത്ത് കഴിയുമ്പം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലിട്ടിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല കിലുകിലാന്നുള്ള നമ്മുടെ തക്കാളി മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.